Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 5 ടെക്നിക്സുകൾ വരുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ തന്നെ ജസ്റ്റ് ഏതൊക്കെയാണ് ദ ടെക്നിക്ക് യൂസ്ഡ് ടു മെഷർ വർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദോസ് ദാറ്റ് റിലൈ ഓൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ വർക്ക് ആൻഡ് ദോസ് ദാറ്റ് ഡു നോട്ട്. നമുക്ക് എങ്ങനെയാണോ വർക്ക് നേരിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന അതിൻ്റെ ബേസിൽ അതിനെ മെഷർ ചെയ്യാം, അല്ലാതെയും ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സ്റ്റഡി, അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്, ഇൻക്ലൂഡ് എ പ്രോസസ് ഫോർ കൺവേർട്ടിംഗ് ഒബ്സർവ്ഡ് ടൈം ടു ടൈം ഫോർ ദ ക്വാളിഫൈഡ് വർക്കർ വർക്കിംഗ് അറ്റ് എ ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ടെക്നിക്കുകളാണ് പ്രധാനമായിട്ട് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിങ്ങും ടൈം സ്റ്റഡിയും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുകൾ നോക്കാം. ഫസ്റ്റ് വൺ, അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചേർഡ് വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്കാണിത്. എ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ബേസിക് കോമ്പോണൻറ്റ് ഓപ്പറേഷൻസ് ഓർ എലമെൻറ്റ്സ്. ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റുന്ന പോലെ തന്നെ അതിൻ്റെ ഓരോ ബേസിക് ആയിട്ടുള്ള കോമ്പോണൻസ് ആക്കിയിട്ട് അതിനെ ആദ്യം തരംതിരിക്കുക. ഇഫ് സ്റ്റാൻഡേർഡ് ടൈം ആർ അവൈലബിൾ ഫ്രം അനദർ സോഴ്സ്, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈമും കൂടി അവൈലബിൾ ആണെങ്കിൽ ഈ കിട്ടിയ ടാസ്കിനെ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. ദീസ് ആർ അപ്ലൈഡ് ടു എലമെൻറ്റ്സ്. അതിനുശേഷം അതിൻ്റെ ഓരോ ഘടകങ്ങളിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യുന്നു. വേർ നോ സച്ച് ടൈം ആർ അവൈലബിൾ, ഇനി നമുക്ക് ടൈം അവൈലബിൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് ദേ ആർ എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ഓഫ് ദ വർക്ക്. ആ ഒരു വർക്കിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും നമ്മളവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഈ എസ്റ്റിമേറ്റിംഗ് നടത്തുന്ന ആരായിരിക്കും? സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് വർക്കർ ആയിരിക്കും, ഹു ഹാസ് ഹാഡ് ട്രെയിനിങ് ഇൻ ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ്, who simply estimates the time that would require to fully competent and experienced worker working at a defined level of performance. കൃത്യമായിട്ട് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്കറിയാം ഒരു ഡിഫൈൻ ലെവൽ ഓഫ് പെർഫോമൻസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്വാളിഫൈഡ് വർക്കർക്ക് എത്ര ടൈമാണ് അതിനാവശ്യം വരിക എന്നുള്ളത് അവർക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Analytical estimating would normally be used for assessing work over a reasonably lengthy period of time. നോർമലി ഇതൊരു ലെങ്തി പീരീഡ് ഓഫ് ടൈമിലേക്ക് കംപ്ലീറ്റ് ആവുന്ന ഒരു കാര്യത്തിനാണ് ഈ ഒരു അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്? നമുക്ക് അവിടെ കൂടുതൽ എക്സ്പെൻസീവ് ആവുക, ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആവുക, അതേപോലെ തന്നെ കിട്ടാൻ കഷ്ടമുള്ള ഇൻഫർമേഷൻസ്, ഇവിടെയൊക്കെയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ സം വർക്ക് എൻവയോൺമെൻറ്റ്സ്. ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ക്യാരിങ് ഔട്ട് വർക്ക് മെഷർമെൻറ്റ് ഇൻ ദ വർക്ക് പ്ലേസ് കുഡ് ബി അൺആക്സെപ്റ്റബിൾ. അതായത് നമ്മൾ വർക്ക് പ്ലേസിൽ വർക്ക് മെഷർമെൻറ്റ് അൺആക്സെപ്റ്റബിൾ ആയിരിക്കുന്ന ഒരു കേസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ആണ് ഏറ്റവും നല്ലൊരു സ്യൂട്ടബിൾ മെത്തേഡ്. ഇതിൽ ചെയ്യുന്നത് എന്താണ്? സംവൺ with experience in work apply his experienced judgment. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ജഡ്ജ്മെൻറ്റ് തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു വർക്ക് മെഷർമെൻറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും സെയിം വർക്കിൽ തന്നെ. അപ്പോൾ അവർക്ക് ആ ഒരു വർക്കിനെ കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എൻ്റെ വർക്ക് എത്രയാണ് മെഷർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. വർക്ക് കണ്ടന്റ് ഓഫ് സർട്ടൻ ജോബ്സ് കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്. ചില ജോബിൽ വർക്ക് കണ്ടന്റ് എത്ര ഉണ്ട് നമുക്ക് മുൻകൂട്ടിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് റിക്വയർഡ് അൺടിൽ അസംബ്ലി ഓപ്പറേഷൻ ഹാസ് ബീൻ ടെസ്റ്റഡ് ഓർ സ്ട്രൈപ്പ് ഡൗൺ. അതായത് അതിൻ്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജ് എത്തുന്നവരേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് അവിടെ അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റാത്തോ അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ഡിഫിക്കൽട്ടീസോ ഒക്കെ അവിടെ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ഒരു വുഡൻ ഡോറ് അതിൻ്റെ ഫ്രെയിമിൽ നിന്ന് നമ്മൾ അൺസ്ക്രൂ ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ അത് 8-12 സ്ക്രൂസ് കുഡ് ടേക്ക് 5 minutes ആയിരിക്കും നമുക്ക് ചെയ്യണമെങ്കിൽ. ഇഫ് ദ സ്ക്രൂസ് വർ റീസെൻ്റ്ലി ഇൻസേർട്ടഡ്, ഇനി അത് റീസെൻ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്താണെങ്കിൽ ഇറ്റ് മേ ലോങ്ങർ ടൈം ഇഫ് ദ സ്ക്രൂസ് ആർ റസ്റ്റഡ് ആൻഡ് ക്ലോഗ്ഡ് വിത്ത് പെയിൻറ്റ്. ഇനി നമുക്കത് വളരെ വർഷങ്ങളായിട്ടുള്ള സ്ക്രൂസ് ആണെങ്കിൽ അതിൽ പെയിൻറ്റ് വന്നിട്ടാവും, തുരുമ്പ് വന്നിട്ടാവും, അപ്പോൾ നമുക്കത് എടുക്കാനുള്ള അസാധ്യമാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് മോസ്റ്റ് കോമൺലി നമ്മുടെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ലെങ്തി ടൈമിലൊക്കെ അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുക കളക്ഷൻ ഓഫ് ഡാറ്റയിൽ
അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ അനലറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്? അനലറ്റിക്കൽ എസ്റ്റിമേഷന് വേണ്ടി വരുന്ന പ്രൊസീജിയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ജോബ് ഡീറ്റെയിൽസ്. ആദ്യം ജോബ് ഡീറ്റെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് ജോബിൻ്റെ ഡയമെൻഷൻ, അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, എങ്ങനെയാണ് ജോബ് ചെയ്യണം, അതിൻ്റെ കണ്ടീഷൻസ്, അവിടുത്തെ പുവർ ലൈറ്റിങ്ങോ ഹൈ ടെമ്പറേച്ചറോ ഹസാർഡസ് എൻവയോൺമെൻറ്റോ അവൈലബിലിറ്റി ഓഫ് ഫിക്സ്ചറോ ടൂൾസോ, അതായത് കൃത്യമായിട്ട് ആ ജോബിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ ജോബിനെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. പിന്നെ ടൈം വാല്യൂ കൊടുക്കുക. ഒരു സ്റ്റാൻഡേർഡ് ഡാറ്റ കാറ്റലോഗിൻ്റെ ബേസിൽ ഓരോ എലമെൻറ്റിനും ഇത്ര ടൈമാണെന്ന് കൊടുക്കുക. എസ്റ്റിമേറ്റ് ദ ടൈം വാല്യൂ ഫോർ ദ റിമൈനിങ് എലമെൻറ്റ്സ് ദ പാസ്റ്റ് നോളേജ് ആൻഡ് എക്സ്പീരിയൻസ്. മുന്നേ നമുക്ക് അറിയുന്നൊരു ജോലിയാണെങ്കിൽ അതിൻ്റെ ഒരു നോളജിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ടൈം വാല്യൂ ഓരോ എലമെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. ടൈം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ 3 സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് 3 and 4 ടു ഗെറ്റ് ദ ടോട്ടൽ ബേസിക് ഓർ നോർമൽ ടൈം. നമുക്ക് 100% റേറ്റിങ്ങിൻ്റെ ബേസിൽ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ടൈം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാം. ആൻഡ് അപ്രോപ്രിയേറ്റ് റിലാക്സേഷൻ അലവൻസ് സേ 10 to 20% ടോട്ടൽ നോർമൽ ഓർ ബേസിക് ടൈം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 10-20% വരെ ആഡ് ചെയ്യുകയും ചെയ്യാം. നോട്ട് ദാറ്റ് ഇറ്റ് അനലറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ദ റിലാക്സേഷൻ അലവൻസ് ഈസ് നോട്ട് ആഡഡ് ടു ടൈം വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. ഓരോ എലമെൻറ്റ്സിൻ്റെ മുകളിലും നമ്മൾ ടൈം വാല്യൂ ആഡ് ചെയ്യില്ല. അതേപ്പം മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു ജോബ് കണ്ടീഷനെയോ ജോബിൻ്റെ ടൈപ്പിനെയോ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ആഡ് എനി അതർ എലവൻസസ് ഇഫ് ആപ്ലിക്കബിൾ. ഇനി വേറെ ഏതെങ്കിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. എന്തിനാ? സ്റ്റാൻഡേർഡ് ടൈം, ആ ഒരു ജോബിന് സ്റ്റാൻഡേർഡ് ടൈം അറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു അനലറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ടെക്നിക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത്, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ലോ കോസ്റ്റ്. നമുക്ക് വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ടും അതുപോലെ വളരെ സ്പീഡായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകത. പിന്നെ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? യൂസിങ് ട്രെയിനിങ് ആൻഡ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണിനെ യൂസ് ചെയ്തുകൊണ്ടാണ്. പ്രോസസ്സും മെഷർമെൻറ്റ് ഡാറ്റ ക്യാൻ ബി ക്വിക്ക്ലി അസംബിൾഡ് ആൻഡ് അപ്ലൈഡ്. കൃത്യമായിട്ട് പരിചയസമ്പന്നരായ ആളുകളാണ് ഇതിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ട്രെയിനിങ് കിട്ടിയ ആളുകളാണെന്ന് വെച്ചാൽ ആ പ്രോസസ്സും ആ ഡാറ്റ മെഷർമെൻറ്റൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആൻഡ് അപ്ലൈ ചെയ്യാനും പറ്റും. മൂന്നാമത്തേൽ പറയുന്നത് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ദ പ്രൊഡക്ഷനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ സഹായിക്കും. ആൻഡ് പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഫിക്സിംഗ് ലേബർ റേറ്റ് ഫോർ നോൺ റെപ്പിറ്റേറ്റീവ് ജോബ്സ്. നോൺ റെപ്പിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം ചെയ്യുന്ന ജോലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേപോലത്തെ ജോലി അല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് എത്രയാണ് അവരുടെ ലേബർ റേറ്റ് കൊടുക്കേണ്ടതെന്ന് ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് വഴി യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ലേബർ കൺട്രോൾ. നല്ല രീതിയിൽ ലേബർ കൺട്രോളിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അനലറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ടെക്നിക്ക് എപ്പോഴും റിലൈ ചെയ്യുന്നത് എസ്റ്റിമേറ്റർ എങ്ങനെയാണോ ജഡ്ജ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലായിരിക്കും. ടൈം വാല്യൂ ഒബ്റ്റെയിൻഡ് മേ നോട്ട് ബി എ ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. കാരണം ഓരോ വ്യക്തികളും എടുക്കുന്ന സമയവും അതേപോലത്തെ ആ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരിക്കലും ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ടെക്നിക് വുഡ് നോട്ട് നോർമലി ബി യൂസ്ഡ് വെൻ എ മോർ പ്രിസൈസ് ആക്യുറേറ്റ് ഓൾട്ടർനേറ്റീവ് ഈസ് എ പ്രാക്ടിക്കൽ ആൻഡ് എക്കണോമിക് ഓൾട്ടർനേറ്റീവ്. അത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് പറയുന്നത്, മോർ പ്രിസൈസ് ആക്യുറേറ്റ് ഓൾട്ടർനേറ്റീവ് ഈസ് എ പ്രാക്ടിക്കൽ. കറക്റ്റ് ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ്സ് അവരെ കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. മെനി ജോബ്സ് സച്ച് ആസ് ക്രാഫ്റ്റ് വർക്ക് ഇൻ ദ മെയിൻ്റനൻസ് ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ടാസ്ക് വിച്ച് ആർ പീരിയോഡിക്കലി റിപ്പീറ്റഡ് ബട്ട് ദ പ്രിസൈസ് നേച്ചർ ഓഫ് ആൻ ഈച്ച് ടാസ്ക് വാരീസ് ഈച്ച് ടൈം ഇൻ മൈനർ റെസ്പെക്ട്സ്. പലതരത്തിലുള്ള ജോബുകളുണ്ട്. ക്രാഫ്റ്റ് വർക്കൊക്കെ മെയിൻ്റനൻസ് ഫീൽഡിലൊക്കെ അതിലൊക്കെ ഒത്തിരി ഗ്രൂപ്പ് ഓഫ് ടാസ്കുകൾ അവിടെ വരുന്നുണ്ട്, പീരിയോഡിക്കലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രിസൈസ് നേച്ചറിലാണ് എന്ന് നമുക്കവിടെ പറയാൻ പറ്റിയ ടാസ്ക് ഓരോ സമയങ്ങളിലും ഒരു ചെറിയ ഡിഫറൻസോട് കൂടിയിട്ട് തന്നെ അത് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്കാണ് അനലറ്റിക്കൽ മെത്തേഡ്. ഇതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ടെക്നിക്കാണ് പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. PMTS എന്നാണ് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് വർക്ക് മെഷർമെൻറ്റിന്. ഇതിൽ പ്രധാനമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആസ് എ പ്രൊസീജിയർ ഓർ മെത്തേഡ് വിച്ച് അനലൈസസ് എനി മാനുവൽ ആക്ടിവിറ്റി ഓർ ഹ്യൂമൻ മോഷൻ ഇൻ ടേംസ് ഓഫ് ദ ബേസിക് ഓർ ഫണ്ടമെൻ്റൽ മോഷൻസ് റിക്വയർഡ് ടു പെർഫോം ഇറ്റ്. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ഒരു ഹ്യൂമൻ എഫേർട്ട് അവിടെ വേണ്ടി വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് എന്ത് പറയുക, പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഓരോ മോഷനും എങ്ങനെ ചെയ്യുന്ന അസൈൻഡ് പ്രീ ഡിറ്റർമിൻഡ് മുൻകൂട്ടി തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുക.
എങ്ങനെ പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ് ടൈം വാല്യൂ ഇൻ സച്ച് എ മാനർ ദോസ് ടൈംസ് ഫോർ ദ ഇൻഡിവിജ്വൽ മോഷൻസ് ഓൺ അഡീഷൻസ് പ്രൊവൈഡ് എ ടോട്ടൽ ടൈം ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ ആക്ടിവിറ്റി. നമ്മുടെ മുന്നുള്ള പരിചയത്തിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഏകദേശം എത്ര വരുന്നൊരു സമയം കൊടുക്കുന്നു, പിന്നെ ഏതെങ്കിലും അത്യാവശ്യമാണെങ്കിൽ അത് കുറച്ചുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ടു ബി ഡെവലപ്ഡ് ഫോർ എ ന്യൂ ജോബ് ബിഫോർ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നു. വർക്കർ കോർപ്പറേഷനോട് കൂടിയത്, അതായത് അവർ നല്ല സഹകരണം ഉണ്ടെങ്കിൽ, അവർക്ക് കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ വർക്ക് പ്ലേസും ഒരു തരത്തിലും ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നില്ല. പെർഫോമൻസ് റേറ്റിംഗ്സ് ഒക്കെ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ മോഷൻ ടൈം ആൻഡ് പ്രിഡിറ്റർം ടൈംസ് ആർ കൺസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഇറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു എനി അൺസർട്ടനിറ്റി. ഇതിൽ യാതൊരു അൺസർട്ടനിറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ജോബ് കോണ്ടെക്സ്റ്റ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. മോഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ഇറ്റ് മേ നോട്ട് റിഫ്ലക്ട് ദ സ്കിൽ ലെവലോ ട്രെയിനിങ്ങോ എബിലിറ്റി ഓഫ് വർക്കറോ സ്പെസിഫിക് കമ്പനി, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈലി റിപ്പിറ്റേറ്റീവും സിമ്പിൾ ജോബ്സ് ക്യാൻ ബ്രോക്കൺ ഡൗൺ ടു ബേസിക് മോഷൻസ്. അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ PMTSൻ്റെ പ്രൊസീജിയർ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഓപ്പറേഷൻ സൈക്കിള് ഫ്യൂ ടൈംസിൽ സ്റ്റഡി ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഓരോ ആക്ടിവിറ്റി മറ്റേ ടൈമിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ആക്ടിവിറ്റി ചെയ്യാം. പിന്നെ ആ റെക്കോർഡ് ഓൺലി ഫ്യൂ സിമ്പിൾസ് അറ്റ് എ ടൈം, അതായത് ചില സിമ്പിൾസ് മാത്രം ഒറ്റയടിക്കാൻ ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നു. 4ാമത്തെ സ്റ്റെപ്പിൽ റെക്കോർഡിംഗ് ഷുഡ് ബി സ്റ്റാർട്ടഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യണം. ഈസിലി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിരിക്കണം ആ സമയം എന്ന് പറയുന്നത്. കെയർ ഷുഡ് ബി ടേക്കൺ ദാറ്റ് നോ ആക്ടിവിറ്റീസ് ലെഫ്റ്റ് വൈൽ റെക്കോർഡിംഗ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി നമ്മൾ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇറ്റ് വിൽ അഫക്റ്റ് ദ മെത്തേഡ് സ്റ്റഡി ബാഡ്ലി. കാരണം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മെത്തേഡ് സ്റ്റഡീനെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. 6ാമത്തെ പോയിന്റ് പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി അവോയ്ഡഡ്. പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ടും അതിൻ്റെ ട്രാൻസ്പോർട്ടും അതെല്ലാം അവോയ്ഡ് ചെയ്യുക. അൺലെസ് ദേ ആക്ച്വലി ഒക്കർ അറ്റ് ദ സെയിം ടൈം. അത് ആ സമയത്ത് തന്നെ അത് ഒക്കർ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവയൊക്കെ അവോയ്ഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു PMTSൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. നോ ടൈമിംഗ് ഈസ് റിക്വയർഡ് സോ ഇറ്റ് എലിമിനേറ്റ്സ് ഇൻ ആക്യുറേസീസ് അസോസിയേറ്റഡ് വിത്ത് അതർ മെത്തേഡ്സ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സമയം പറയാത്തതുകൊണ്ട് തന്നെ മറ്റുള്ള മെത്തേഡിൻ്റെ കുറേ ആക്യുറസീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. യൂസ് ഓഫ് PMT എലിമിനേറ്റ് ദ യൂസ് ഓഫ് കോൺട്രവേഴ്സ്യൽ പെർഫോമൻസ് റേറ്റിംഗ്. അതായത് പലതരത്തിലുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടാവുന്ന ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ എലിമിനേറ്റ് ചെയ്യാം. ടൈം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബിഫോർ സ്റ്റാർട്ടിങ് ദ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ യൂസ്ഫുള്ളാണ് മെത്തേഡ് ഡിസൈൻ ചെയ്യാനും എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യാനും ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനും കൺട്രോളിനൊക്കെ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. എക്സലൻറ്റ് ട്രെയിനിങ് ടെക്നിക്കാണിത്. അതേപോലെ തന്നെ ഒരിക്കൽ ദ അനലിസ്റ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ ഫെമിലിയർ, അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനിൽ അനലിസ്റ്റ് ഇത് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ക്വിക്കലി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബേസിക് ടൈംസ് ഡിറ്റർമിൻഡ് വിത്ത് യൂസ് ഓഫ് PMT സിസ്റ്റം ആർ റിലേറ്റീവ്ലി മോർ കൺസിസ്റ്റൻറ്റ്. ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബേസിക് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ടൈം സ്റ്റാൻഡേർഡ് ഫോർ എ ജോബ് ക്യാൻ ബി അറൈവ്ഡ് വിത്തൗട്ട് ഗോയിങ് ടു ദ വർക്ക് പ്ലേസിൽ പോവാതെ തന്നെ നമുക്ക് ഓരോ ജോബിൻ്റെയും ടൈം സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് അതിലേക്ക് എത്താൻ എളുപ്പത്തിൽ സാധിക്കും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റിൽ ദ ടൈം ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഫൈൻഡിങ് ദ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ സമയവും ചെലവും ഈസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് PMTSൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത്? ഡീൽ മാനുവൽ മോഷൻസ് ഓഫ് ആൻ ഓപ്പറേഷൻ ഓൺലി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ ലേബേഴ്സിൻ്റെ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് മെഷീൻ്റെ ഓപ്പറേഷൻസ് ഒന്നും ഇവിടെ എടുക്കുന്നില്ല. എക്കണോമിക്കൽ അല്ല. നോൺ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണെങ്കിൽ ഇത് എക്കണോമിക്കൽ അല്ല എന്നാണ് പറയുന്നത്. ഇത് വളരെ റെസ്ട്രിക്റ്റീവ് ഇൻ നേച്ചറാണ്. കാരണം ദേ ഹാവ് ബീൻ ബിൽറ്റ് ഓൺ ദ ഡേറ്റ് ടേക്കൺ ഫ്രം പർട്ടിക്കുലർ ഓപ്പറേഷൻ ആൻഡ് ദസ് PMTs പ്രൊവൈഡ് എ ബെറ്റർ റിസൾട്ട്സ്
ഇഫ് അപ്ലൈഡ് ടു ദാറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഓൺലി. ഇതൊരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്താൽ അതിന് എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ എൻഡ് ചെയ്യുന്നു, അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാ കാറ്റഗറീസ് ഓഫ് മോഷനും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഇത് ആർക്കും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ട്രെയിൻഡ് പേഴ്സണലിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് റേറ്റിംഗ് എന്ന് പറയുന്നത് അതിനെ നമ്മുടെ എലിമിനേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് അനലറ്റിക്കൽ മെത്തേഡ്, രണ്ടാമത്തെയാണ് PMTS, പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇതാണ് അനദർ മെത്തേഡ് എന്ന് പറയുന്നത് വർക്ക് മെഷർമെൻറ്റിൻ്റെ. ഇതൊരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് തന്നെയാണ്. ഡയറക്റ്റ്ലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട് ഹ്യൂമൻ വർക്കിന് യൂസിങ് ടൈമിംഗ് ഡിവൈസ്. എന്ത് വെച്ചിട്ടാണ്? ടൈമിംഗ് ഡിവൈസ്, സ്റ്റോപ്പ് വാച്ച് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹ്യൂമൻ വർക്കിനെ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന എത്ര സമയമാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ബൈ ദ ക്വാളിഫൈഡ് വർക്കർ വെൻ വർക്കിംഗ് ഇൻ എ ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഇതിൻ്റെ ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ അനാലിസിസ് നടത്തുക, അതായത് വർക്കിനെ സ്മോൾ ആൻഡ് ഈസിലി മെഷറബിൾ കോമ്പോണൻസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു, പിന്നെ അതിനെ മെഷർ ചെയ്യുന്നു അതിൻ്റെ ഓരോ കോമ്പോണൻസിനെയും, പിന്നെ സിന്തസൈസ് ചെയ്യുക. അതായത് ഈ മെഷേർഡ് കോമ്പോണൻസിന് നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം ആവുമ്പോഴാണ് ഇതിലേക്ക് അറൈവ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം സിന്തസിസ് ചെയ്യുക. ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെയാണ് ഇത് നടക്കുന്നത്: അനാലിസിസ്, മെഷർമെൻറ്റ്, സിന്തസിസ്. നാലാമത്തെ മെത്തേഡാണ് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അനദർ യൂസ്ഫുൾ ടെക്നിക്കാണ് വർക്ക് സ്റ്റഡിയുടെ വർക്ക് സാമ്പിളിംഗ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ബേസ്ഡ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. വർക്ക് പെർഫോമൻസ് അനലൈസ് ചെയ്യാനും മെഷീൻ യൂട്ടിലൈസേഷനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നു. പക്ഷേ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയാണ്. അവിടെ ഒരു സ്റ്റോപ്പ് വാച്ച് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പ്രത്യേകത. അതായത് വർക്ക് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. ഒറ്റയടിക്ക് തന്നെ ഒരുപാട് ഒബ്സർവേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. റാൻഡം ടൈം ഇൻ്റർവെൽസിലായിരിക്കും, ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു പ്രത്യേക കാലയളവിൽ നമ്മൾ ഇടയ്ക്ക് ഓരോന്നായി പോയി ചെക്ക് ചെയ്യുക, ഗ്രൂപ്പ് ഓഫ് മിഷൻ്റെയും വർക്കേഴ്സിൻ്റെയും അതിൻ്റെ പ്രോസസ്സും ഓപ്പറേഷൻസും എല്ലാം കറക്റ്റായി നടക്കുന്നില്ലേ എന്നുള്ളത്. ഈ ഒരു ടെക്നിക്ക് റാൻഡംലി സാമ്പിൾസ് ദ വർക്ക് ഓഫ് ഡൺ മോർ എംപ്ലോയീസ് അറ്റ് എ പീരിയോഡിക് ലെവൽ ടു ഡിറ്റർമിൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ ഓപ്പറേഷൻ റിലേറ്റഡ് ടു വൺ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ ടോട്ടൽ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇൻ്റർവെൽസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റഡി ഫ്രീക്വൻ്റ്ലി കണ്ടക്ട് ചെയ്യപ്പെടുന്ന എന്താണ്? ടു എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് ടൈം സ്പെൻഡ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് അൺഅവോയ്ഡബിൾ ഡിലേ, ഒഴിവാക്കാൻ പറ്റാത്ത ഡിലേസ്, റിപ്പയറിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം വൺ ഓപ്പറേഷൻ ഓർ സപ്ലൈയിങ് മെറ്റീരിയൽ ടു അനദർ ടു ആൻ ഓപ്പറേഷൻ. ഈ ഒരു സ്റ്റഡിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക എംപ്ലോയീസ് എത്ര സമയമാണ് ഓരോ ആക്ടിവിറ്റിക്കും സ്പെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത്. വർക്ക് സാമ്പിളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് മെത്തേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോസ് ഓഫ് പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ജസ്റ്റ് നമ്മൾ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുക, ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് കുറച്ചെണ്ണം മാത്രം സെലക്ട് ചെയ്യാം. അതിൽ നിന്നാണ് നമ്മൾ നല്ലൊരു എസ്റ്റിമേഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷനും ഒക്കെ അതിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ടെക്നിക്ക് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഡിലേസ് ഓർ ഐഡിൽനെസ് ഒക്കറിങ് ഇൻ എ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം ഡിലേ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഐഡിയലായിട്ട് കിടക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സച്ച് ആസ് പവർ ഫെയിലിയർ, ഇൻപുട്ട് ഡിലേ ആവുക, മെഷീൻ ക്ലീനിങ്, മെഷീൻ ബ്രേക്ക് ഡൗൺ, മാൻ പവർ ഐഡ്ലിങ്, ഈ സമയത്തൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. ടു മേക്ക് ഇറ്റ് ക്ലിയറർ, ലെറ്റ് us take an example. A worker while working during his shift either does the job assigned to him or remains idle for one or the other reason. അതായത് 50 പേരെ ഒബ്സർവ് ചെയ്യുമ്പോൾ 45 വർക്കിംഗ് ഒബ്സർവേഷനും 5 ഐഡിയൽ ഒബ്സർവേഷനും എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈം പെർസെൻറ്റേജിലേക്ക് കണക്കാക്കുമ്പോൾ 5/50 × 100 10%. വർക്കിംഗ് ടൈം വുഡ് ബി 45/50 പറയുമ്പോൾ 90%. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാവണം എന്താണ്? ഒരു വർക്കർ ഒരു ഷിഫ്റ്റ് 8 മണിക്കൂറാണ് ഒരു ദിവസത്തിൽ ചെയ്യുന്നത്. ആ ഓപ്പറേറ്റർ അതിൽ 10% ഒരു പണിയില്ലാതെ ഇരിക്കുന്നു. അതായത് 48 മിനിറ്റ് ഒരു ഷിഫ്റ്റിൽ 8 അവർ വരുന്ന ഒരു ജോലിയുടെ ഷിഫ്റ്റിൽ 48 മിനിറ്റ് അവർ വെറുതെ ഇരിക്കുന്നു. അതിൻ്റെ 90% അല്ലെങ്കിൽ 432 മിനിറ്റ്സ് ആണ് ഒരു ഷിഫ്റ്റിൽ അവിടെ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ വർക്ക് സാമ്പിളിങ്ങിൽ
വരുന്ന സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് വൺ, അതിൻ്റെ സ്പെസിഫിക് ആക്ടിവിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണോ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന, ആ ഒരു പർപ്പസിന് വേണ്ടി എടുക്കുന്ന അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് അതിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ടൈം, ടോട്ടൽ ടൈമും ആ ഒരു ആക്ടിവിറ്റിക്ക് മാത്രം എത്ര വരുന്നുള്ള ടൈമും നമ്മൾ പ്രൊപ്പോർഷനായിട്ട് കണക്കാക്കുക. പിന്നെ ഡിസൈഡ് ആക്യുറസി ഇൻ ദ സ്റ്റഡി റിസൾട്ടിൽ നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് റിസൾട്ട് വേണം എന്നുള്ളതിനെ കുറിച്ച് പറയാം. ആൻഡ് ഫോർത്തിൽ പറയുന്നത് റീകമ്പ്യൂട്ടഡ് ദ റിക്വയർഡ് സാമ്പിൾ സൈസ് യൂസിങ് ദ ഡാറ്റ കളക്റ്റഡ്. നമ്മൾ എന്ത് ഡാറ്റയാണോ കളക്ട് ചെയ്ത് അതിൻ്റെ ബേസിൽ സാമ്പിൾ സൈസ് എത്രയാണോ വേണ്ടത് അതിനെ റീകമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ടേക്കൺ വർക്ക് സാമ്പിളിംഗ് സ്റ്റഡീസ് യൂഷ്വലി ഡിവൈഡ് ഈക്വലി ഓവർ ദ സ്റ്റഡി പീരീഡ്. എത്ര കാലത്തേക്കാണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ആ ഒരു സാമ്പിളിംഗ് സ്റ്റഡീനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് 1000 ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 20 ദിവസത്തിനുള്ളിൽ ഒബ്സർവേഷൻസ് യൂഷ്വലി ഷെഡ്യൂൾഡ് 1000/20 എന്നാണ് അവിടെ കാണിക്കുക. അപ്പോൾ 50 പെർ ഡേ, ഒരു ദിവസം നമ്മൾ 50 ഒബ്സർവേഷൻ നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു ലെസ് എക്സ്പെൻസീവ് ആണ് ടൈം സ്റ്റഡിയെക്കാട്ടിലും ഈ ഒരു മെത്തേഡ് പ്രൊവൈഡ്സ്. പക്ഷേ അതുകൊണ്ട് തന്നെ ലെസ് ആക്യുറസി ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. വർക്ക് സാമ്പിളിംഗ് യൂഷ്വലി സ്യൂട്ടബിൾ ആവുന്നത് ഒരുപാട് വർക്കേഴ്സ് ഒരു സിംഗിൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് ബേസ്ഡാണ്. ദാറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് ഓവർ എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വൻതോതിൽ ഒരേ പ്രദേശത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സിംഗിൾ ഓപ്പറേഷൻ ആക്യുറസി കുറവാകുന്നത് എന്താ വെച്ചാൽ ടൈം സ്റ്റഡി കൂടി കണക്കാക്കുമ്പോൾ എക്സ്പെൻസീവ് കുറവാണ്. അപ്പോൾ ആർക്ക് മാത്രമാണ് വർക്കേഴ്സ് പെർഫോം എ സിംഗിൾ ഓപ്പറേഷൻ, ഒരു വർക്ക് തന്നെ കുറച്ച് ആളുകൾ ചെയ്യാം. സ്പ്രെഡ് ഔട്ട് ഓവർ എ ലാർജർ ജോഗ്രഫിക്കൽ ഏരിയയിലാണ് അത് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അവിടെയൊക്കെ വർക്ക് സാമ്പിളിംഗ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി അതിൽ നെക്സ്റ്റ് പറയുന്ന പോയിന്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. വർക്ക് സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്: സിംഗിൾ ഒബ്സർവർ ക്യാൻ കണ്ടക്ട് സെവറൽ വർക്ക് സാമ്പിളിംഗ് സ്റ്റഡീസ് സൈമൾട്ടേനിയസ്ലി. ഒരു സിംഗിൾ ഒബ്സർവർക്ക് ഒന്നിലധികം സാമ്പിളിംഗ് സ്റ്റഡീസ് ഒരേ സമയം തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഒബ്സർവർക്ക് ഒരു ട്രെയിനിങ് കിട്ടിക്കോളണം നിർബന്ധമില്ല, ട്രെയിൻഡ് അനലിസ്റ്റ് ആയിക്കോളുന്നില്ല. കാരണം അവരുടെ സ്റ്റഡിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടൈം സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യാനാണ്. പിന്നെ പറയുന്നത് നോ ടൈമിംഗ് ഡിവൈസ് ആർ റിക്വയർഡ്. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ടൈമിംഗ് ഡിവൈസ് ഒന്നും നമ്മുടെ ആവശ്യമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഓഫ് ലോങ് സൈക്കിൾ ടൈം മേ ബി സ്റ്റഡീഡ് വിതിൻ എ ഷോർട്ട് പീരീഡ്. ഒരു ലോങ് പീരീഡിലുള്ള ഒരു ബിസിനസ് സൈക്കിളിനെയാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഇവിടെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മിനിമൈസസ് ദി ഇഫക്റ്റ് ഓഫ് ഷോർട്ട് പീരീഡ് വേരിയേഷൻസ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് പീരീഡിൽ കുറേ വേരിയേഷൻസ് വരുന്നുണ്ട്, അതിനെയൊക്കെ മിനിമൈസ് ചെയ്യും. ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റഡി ഈസ് ലോങ്ങർ. നമ്മൾ എത്ര കാലത്തേക്കാണോ ഇത് പഠിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒരു പീരീഡ് കാലയളവ് വളരെ ലോങ്ങർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അനലറ്റിക്കൽ കഴിഞ്ഞു, PMTS കഴിഞ്ഞു, അതേപോലെ തന്നെ മൂന്നാമത്തെ മെത്തേഡിൽ ടൈം സ്റ്റഡി കഴിഞ്ഞു, വർക്ക് സാമ്പിളിങ് നാലാമത്തെ മെത്തേഡ് കഴിഞ്ഞു. അഞ്ചാമത്തെ മെത്തേഡാണ് മോഡൽസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് വർക്ക് മെഷർമെൻറ്റിനെ കമ്പ്യൂട്ടർ മോഡലിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ ജനറേറ്റ് ചെയ്തത് മാത്തമാറ്റിക്കൽ ഫോർമുലകളാണ്. ഒബ്സർവ് ചെയ്ത ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യുക. ഒരു കമ്പയർ ടൈം ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ടാസ്ക് ഓർ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ മെത്തേഡ് ഫോർ റീസൈക്ലിംഗ് ടൈം സ്റ്റാൻഡേർഡ് ഫോർ എലമെൻറ്റ്സ്. പ്രധാനമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ടൈം സ്റ്റാൻഡേർഡിനെ റീസൈക്കിൾ ചെയ്യുക. ഓരോ എലമെൻറ്റ്സിനും ഓരോ ബേസിക് വർക്ക് ഓവർ ആൻഡ് ഓവർ അഗെയിൻ വീണ്ടും വീണ്ടും അതിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര ടൈമാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നോക്കുക. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ മെത്തേഡ് ഫോർ റീസൈക്ലിംഗ് ടൈം സ്റ്റാൻഡേർഡ് ഫോർ എലമെൻറ്റ്സ് ഓഫ് ബേസിക് വർക്ക് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഓൺലി ചേഞ്ചിങ് ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ടു സ്യൂട്ട് ഈച്ച് പ്രോജക്റ്റ്. ഓരോ പ്രോജക്റ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ വേരിയബിൾസ് അതിൻ്റെ വാല്യൂസിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓൺലി ചേഞ്ചിങ് ദ വാല്യൂസ്. ചിലപ്പോൾ അതിൻ്റെ വാല്യൂസ് മാത്രമായിരിക്കും അവിടെ ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്കുകളാണ്. അനലറ്റിക്കൽ, PMTS, വർക്ക് സാമ്പിളിങ്, ടൈം സ്റ്റഡി ആൻഡ് മോഡൽസ്. ഇത്രയാണ്. ഇതിൽ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് ആ വർക്ക് ചെയ്യേണ്ടതുള്ള സ്റ്റെപ്സ് നോക്കുക. അതിന് ലിമിറ്റേഷൻസ് തന്നെങ്കിൽ അതും കൂടി മനസ്സിലാക്കി വെക്കുക. ഇതൊരു essay ക്വസ്റ്റ്യന് ചാൻസ് കൂടുതലുള്ളതാണ്. ഒപ്പം തന്നെ ഓരോ ടോപ്പിക്കും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് അഡ്വാൻറ്റേജസ് ചോദിക്കാം, ഡിസഡ്വാൻറ്റേജ് ചോദിക്കാം.
അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ പഠിപ്പിച്ച 5 ടെക്നിക്കുകളും വർക്ക് മെഷർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ക്ലാസ് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.